നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, ചെൽസി ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. മച്ചാനെ, എൻസോ മാരസ്കയുടെ പ്രസ് കോൺഫറൻസസ് രക്ഷ. ചെൽസി വേഴ്സസ് ഗെന്റ് നാളെ രാത്രി 8 മണി UK സമയം 12:30, മറ്റന്നാൾ വെളുപ്പിനെ ഇന്ത്യൻ സമയത്തിന്റെ മാച്ചിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ആൻഡ് മച്ചാന്റെ റെസ്പോൺസസ്, ലൈക്ക് ആ പ്രസ് കോൺഫറൻസ് കാണാൻ ഒരു ആരാധകനായി മാറിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഇനി സക്സസ്ഫുൾ ആവുമോ, കോച്ച് ആവുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും ഭാവിയിൽ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് his press conferences are stuff. What clarity he brings in. Absolute. നമ്മൾ എന്താണോ ഒരു കോച്ചിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റെസ്പോൺസ്, ആ റെസ്പോൺസ് അക്ഷരപടി പുള്ളിക്കാരൻ പറയണമെന്നുള്ളതാണ്. ആബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ഇതിനിടയ്ക്ക് നിസാർ കൻസൽ ഒന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ബെൻചിൽവെലിന്റെ കേസിൽ നിസാർ കൻസലെ ചോദിച്ചു, ബെൻചിൽവെൽ കളിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ പ്ലേയേഴ്സ് ഷോർട്ട് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഷോർട്ടാണെന്ന് തോന്നുന്നില്ല, എല്ലാം പ്ലേയേഴ്സ് തന്നെ ഉണ്ടല്ലോ, ഇപ്പൊ എന്താ കുഴപ്പം? ഒരു പ്രശ്നമല്ല ഞങ്ങൾക്ക്. അങ്ങനെയല്ല, ബെൻചിൽവെൽ എടുക്കാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് വിഷമമുണ്ട്. എനിക്ക് വിഷമമൊന്നുമില്ല, ബെൻചിൽവെലിന് ഓൾറെഡി അറിയാം, ഇനിയിപ്പോ എന്താ പ്രശ്നം? അതല്ല, ഞാൻ ഒന്നും ഉദ്ദേശിക്കാനില്ല. മുഖത്തിട്ട് കാരനെക്കുറ്റിയൊക്കെ ഒരെണ്ണം കൊടുത്ത പോലെ തന്നെ മെറസ്കയുടെ റെസ്പോൺസസ് ആർ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ. മിക്കാലോ മുട്ടിക്കിനെ കുറിച്ച് ചോദിച്ചു, ഇറ്റ് വാസ് സോ ക്ലിയർ. അതായത് പുള്ളിക്കാരൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു കണക്കിന് നമ്മൾ നോക്കിയാൽ 2 ടീമുകൾ ഉള്ള പോലെ തോന്നും. ഒന്ന് ബാരോനെതിരെ കളിച്ച ഒരു ടീമും, ഒന്ന് നമ്മുടെ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ടീമും. അങ്ങനെയല്ല, ഇപ്പോൾ ഞങ്ങൾ പ്ലേയേഴ്സിന്റെ മിനിറ്റ്സ് ആണ് ഞങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പുള്ളിക്കാരൻ എടുത്തു പറഞ്ഞതാണ് എൻകുങ്കുവിന്റെ കേസ്. എൻകുങ്കു വാസ് അസൈൻഡ് ആസ് എ ബിഗ് പ്ലെയർ. ഇപ്പൊ പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഹി വിൽ ഫീൽ ബാഡ്, പക്ഷേ ഹി വിൽ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റൈറ്റ് നൗ വി ആർ മാനേജിങ് ദ മിനിറ്റ്സ് ഓഫ് ദീസ് പ്ലേയേഴ്സ്. അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു ടു ഗെറ്റ് മോർ ഇൻ ടു ദീസ് ഗെയിംസ് ആൻഡ് ഫിസിക്സ് ആൻഡ് മറ്റേത് മറിച്ചത്. വാട്ട് ആൻസേഴ്സ്, ബ്രില്യൻ. കോൾ പാൽമറിനെ ചോദിച്ചപ്പോൾ, നിങ്ങളൊരു കോൾ പാൽമർ FC ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, എല്ലാ ടീമുകൾക്കും ഇതുപോലെ ഒരു പ്ലെയർ ഉണ്ട്. ഒരു പുതിയൊരു കാര്യമൊന്നുമല്ല, എല്ലാ ടീമുകൾക്കും ഇതുപോലെ ഒരു പ്ലെയർ ഉണ്ട്. കോൾ പാൽമർ FC എന്നല്ല ചോദിച്ചത്, കോൾ പാൽമറിൽ ഡിപെൻഡന്റ് ആണോ, മെയിൻ പ്ലെയർ ആണോ എന്നുള്ളതാണ്. പക്ഷെ കോൾ പാൽമർ കൊണ്ടുവന്നിരുന്നത് ഭയങ്കര വ്യത്യസ്തകരമായിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. നിങ്ങൾ കോൾ പാൽമർ ഇല്ലാണ്ട് കളിച്ചിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കോൾ പാൽമറിനെ പ്രൊട്ടക്ട് ചെയ്യണം. വി നീഡ് ടു പ്രൊട്ടക്ട് അവർ പ്ലേയേഴ്സ്. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഡിയാഗോ കോസ്റ്റന്റെ ബ്യൂട്ടിഫുൾ ഗോളാസോ അതൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അവന് അതാ ഓർമ്മ വന്നത്. വാട്ട് ആൻസേഴ്സ്, വാട്ട് ക്ലാരിറ്റി ഹി ബ്രിങ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരൊച്ചയും ഡ്രസ്സിംഗ് റൂം റിലേറ്റഡ് ഇഷ്യൂസ് നമ്മൾ കേൾക്കാത്തത്. ഇത്രയും നാളായിട്ട് നമ്മൾ കേൾക്കാത്തൊരു സംഭവമുണ്ട്, ഡ്രസ്സിംഗ് റൂം ഇഷ്യൂസ്. മറ്റേത് കോപമയിൽ നിന്ന് എല്ലാവരും ഓടിത്തെറിക്കണം, പൊട്ടിത്തെറിക്കണം എന്നുള്ള വല്ലൊക്കെ ന്യൂസ് ആയിരുന്നു. ഇപ്പൊ സിൽച്ച് നദ, നോ ന്യൂസ്. വാവ്, വാട്ട് ഹാപ്പൻഡ്, ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച്? ക്ലാരിറ്റി. എൻസോ മെറസ്ക കൊടുത്ത ക്ലാരിറ്റി എല്ലാവരോടും. എൻകുങ്ങിന് താല്പര്യം ഉണ്ടാവും, എൻകുങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും പ്രീമിയർ ലീഗ് റെഗുലർലി കളിക്കണം എന്നുള്ളത്. പക്ഷെ ക്ലാരിറ്റി, നിങ്ങൾക്ക് സമയം തരാം, പക്ഷെ ഇപ്പോ തൽക്കാലത്തേക്ക് പ്ലെയർ മിനിറ്റ്സ് കാണിക്കാന്നുള്ളത്. പ്ലെയർ മിനിറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്റെ മനസ്സിൽ, നമ്മൾ ഈ സീസണിൽ ചെൽസി FCയുടെ പ്ലെയേഴ്സ് എത്ര മിനിറ്റ് വെച്ച് കളിച്ചു എന്ന് നോക്കണം എന്നെനിക്കൊരു ആഗ്രഹം. ഞാനത് പ്ലാൻ ചെയ്യണമായിരുന്നു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, പക്ഷെ അങ്ങനെയല്ല, പെട്ടെന്നൊന്ന് നോക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ മൊത്തം ഓൾ കോമ്പറ്റീഷൻസ് എടുത്ത് നോക്കിയാൽ, സോറി എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നു, മറ്റേത് ഞാൻ വേറെ ഇതിൽ കാണുന്നു എന്നുള്ളത്. ഹിയർ ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ലിവായ് കോൾവിൽ ഏറ്റവും കൂടുതൽ കളിച്ചു, റോബർട്ട് സാഞ്ചസ് കളിച്ചു, ഫിലിപ്പ് യോർഗൻസ് വളരെ കുറവാണ് കളിച്ചത്, സെസറ കാസറെ പിന്നെ സ്വാഭാവികം. എൻകുങ്കു 200 മിനിറ്റ് കളിച്ചു, നിക്കലസ് ജാക്സൺ 400 മിനിറ്റ് കളിച്ചു, വെച്ച് ഇരട്ടി സമയം. ബിക്കോസ് പ്രീമിയർ ലീഗിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കളി കളിക്കുന്നുണ്ട്. പക്ഷെ എൻകുങ്കു 7 കളികൾ കളിച്ചിട്ടുണ്ട്, അതിൽ 2 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളവർ കുറെ കൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും മിനിറ്റ്സ് കൂടുതലാണ്. കോൾ പാൽമർ 500 മിനിറ്റോളം കളിച്ചിട്ടുണ്ട്. അപ്പോ ഈ മിനിറ്റ്സ് മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്, അപ്പൊ പ്രീമിയർ ലീഗിൽ കളിക്കുന്നവർ സ്വാഭാവികമായിട്ടും കൂടുതൽ മിനിറ്റ്സ് ആണ് കളിച്ചിട്ടുള്ളത്. പക്ഷെ മറ്റുള്ളവരെ പതുക്കെ സ്പീഡൻ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ജേഡൻ സാൻചോ 170 മിനിറ്റ് ആണ് കളിച്ചിട്ടുള്ളത്. അതാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ലെറ്റ്സ് സീ, ഐ മീൻ, ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. നമ്മളൊരു പ്രീമിയർ ലീഗിൽ ടോപ്പ് 4 ഒക്കെ നിൽക്കുമ്പോഴും നല്ലോണം ഫോമിലേക്ക് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ മാനേജർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ രസമുണ്ട്, കാരണം നമുക്കത് ജസ്റ്റിഫയബിൾ ആയിട്ട് തോന്നും. അല്ലാണ്ട് കഴിഞ്ഞ സീസണിൽ 10, 12, 15 പൊസിഷനിൽ ഇരുന്നിട്ട് പോച്ചറ്റിനോ ഓരോ ന്യായം പറയുമ്പോഴത്തേക്കും നമുക്ക് ന്യായമായിട്ട് തോന്നൂല. കാരണം അതിനകത്ത് നമുക്ക് കൺമുന്നിൽ കാണാനൊന്നുമില്ല. ഞാൻ പുള്ളിക്കാരനോട് വേറൊരു ചോദ്യം ചോദിച്ചു,
അടിപൊളി പെർഫോമൻസസ് ആണല്ലോ, ഹാപ്പി ആണോ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പെർഫോമൻസ് റിസൾട്ട് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അതെ നല്ലതാണ്, പക്ഷെ ഞാൻ റിസൾട്ട് അല്ല അനലൈസ് ചെയ്യുന്നത്, ഞാൻ പെർഫോമൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു വെസ്റ്റ് ഹാമിനെതിരെയും ബ്രൈറ്റണിനെതിരെയും സെക്കൻഡ് ഹാഫ് ഞങ്ങളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. ബ്രൈറ്റൺ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ സർപ്രൈസ് ചെയ്ത് കളഞ്ഞു. അവരെങ്ങനെയാണോ ഓൺ പൊസിഷൻ കളിക്കുന്നത് അതുപോലെ എല്ലാവരും കളിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ ഓപ്പൺ ആയി പോയി. അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ആ മാറ്റം വരുത്തി. അതിന്റെ റിസൾട്ട് കാണാനുണ്ടായി സെക്കൻഡ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കളിച്ചത് വളരെ നല്ല കൺട്രോൾ ആയിട്ടാണ് കളിച്ചത്. യെസ്, വി വാണ്ട് ടു കൺട്രോൾ ദ ഗെയിം ആൻഡ് വാട്ട് ആൻ അനാലിസിസ്. കാരണം ഇത് തന്നെയാണ് ട്വിറ്ററിൽ അനലിസ്റ്റുകൾ ചെയ്യുന്നതൊക്കെ പറയുന്ന കാര്യം. ആൻഡ് ഹി ഡസ് ദാറ്റ് ഒരു ലൈക്ക് ഓൺ ദ ഫീൽഡ് കമ്പ്യൂട്ടർ ബ്രെയിൻ ഉള്ള പോലെയാണ് മെറസ്ക സംസാരിക്കുന്നത്. അഗൈൻ ഭാവിയിലെ സക്സസ് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഹിസ് ഇന്റർവ്യൂസ് ആർ സോ ബ്യൂട്ടിഫുൾ, സോ ക്ലിയർ. അതോടെ തന്നെ ഗെന്റ് ആയിട്ടുള്ള കളിയിൽ നാളെ നമ്മുടെ യൂറോപ്പ കോൺഫറൻസ് ലീഗിന്റെ ആദ്യത്തെ റൗണ്ട്, അതിൽ കുറെ ടീമുകളുടെ പേരൊക്കെ ഗുമാറസ്, റാപ്പിഡ് ബ്ലാൻ, നിക്കോൾസ, പെട്രോ ക്ലബ് ബ്രൂഹേനെ നമുക്കറിയാം, ഡൈനമോ മിൻസ്ക്, ലാസ്കിനെയൊക്കെ നമുക്കറിയാം, റിയൽ ബെറ്റിസ് ഉണ്ട്. ഭയങ്കര രസം, 36 ടീമുകളോളം ഉണ്ട്. അതിന്റെ ആദ്യത്തെ റൗണ്ടിന്റെ മത്സരമാണ്. ഇപ്പൊ എന്താണെന്നറിയോ, കുറച്ച് അഹങ്കാരം ഉണ്ട്, ഇത്തിരി അഹങ്കാരം ഉണ്ട്. നല്ല അടിപൊളി ഒരു 3-0 ജയിക്കുന്ന ചെറിയൊരു അഹങ്കാരം. എന്താണെന്ന് അറിഞ്ഞോളെ, മനസ്സിൽ നിങ്ങൾ ഒരു ചെറിയൊരു 2 കൊല്ലം നമ്മളിങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്ന് സഹിച്ചിരുന്നതിന്റെ ചെറിയൊരു അഹങ്കാരം. നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നു, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. മൊത്തത്തിൽ പുതിയൊരു ലൈനപ്പ് തന്നെ ആയിരിക്കും. അത് ലൈനപ്പ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പ്രഡിക്ട് ചെയ്യാം. മിഡ്ഫീൽഡിൽ ആര് കളിക്കുന്നുള്ളതാണ് ഒരു സംശയം. ഈസ് ഗോണ ബി സെസ്ര കാസഡൈ, ട്രൂസ്ബറി ഹോൾ കോമ്പിനേഷൻ ഓർ എൻസോ ഫെർണാണ്ടസ് ഇറങ്ങുമെന്നുള്ളത് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ടോസൻ ആണോ ബാദിയശാലാണോ നമുക്ക് കണ്ടറിയണം. എനിവേ ഇറ്റ്സ് ഗോണ ബി മാലോ ഗുസ്തോ അല്ല റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പോകുന്നത്. സോ ദിസാസി ആയിരിക്കും മിക്കവാറും റൈറ്റ് ബാക്ക്. സോ ടോസൻ, ദിസാസി ആൻഡ് ബാദിയശാൽ ആവണം മിക്കവാറും ബാക്ക് ഫോർ കളിക്കാൻ പോകുന്നത്. പിന്നെ ഡ്രൂസ്ബറി ഹോൾ, കാസഡൈ, ഫ്രണ്ട് ഫോർ ഈസിലി ടു പ്രഡിക്ട്, ഫെലിക്സ്, എൻകുങ്കു, മുഡ്രിക് ആൻഡ് പെഡ്രോ നെറ്റോ. എക്സൈറ്റിംഗ് ഫുട്ബോൾ, ഗുഡ് ഫുട്ബോൾ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വി ഹാവ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ബിഫോർ ദി ഇന്റർനാഷണൽ ബ്രേക്ക്. റീസ് ജെയിംസ് സ്റ്റിൽ ഇൻജോർഡ്. ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ പതുക്കെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ഇന്റർനാഷണൽ ബ്രേക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത ഇന്റർനാഷണൽ, ഇനി അതിന്റെ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് ആവണമല്ലോ നമുക്ക് കണ്ടറിയാം. റീസ് ജെയിംസ് ഇസ് ഓൺലി പേഴ്സൺ അൺഅവൈലബിൾ. Anyway, do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.